ഇത് നമ്മുടെ കോവയ്ക്ക് നല്ലൊരു പച്ചക്കറി മാത്രമല്ല, അതൊരു ആയുർവേദത്തിലെ ഔഷധം കൂടിയിട്ടാണ്. കാരണം നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ചെയ്യാനായിട്ട് അത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഒരു കോവയ്ക്ക കഴിക്കുന്നത്. കോവയ്ക്ക മാത്രമല്ല, ഇതിൻ്റെ ഇല വളരെ ഔഷധ മൂല്യമുള്ള ഒന്നാണ്. കാരണം ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് വളരെ നമ്മുടെ ആന്തരിക സംവിധാനത്തെ, നമ്മുടെ ദഹന പ്രക്രിയയെ, അതുപോലെ തന്നെ നമ്മുടെ വയറിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനത്തെ തെറ്റായിട്ട് രീതിയിലുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ കോവയുടെ ഇല ജ്യൂസിനെ സഹായിക്കും കേട്ടോ. ഒരുപാട് ധാതുക്കളും അതുപോലെ തന്നെ നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കോവയ്ക്ക. അപ്പോൾ നമുക്ക് 2 കോവത്തണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് കോവയ്ക്ക കിട്ടും കേട്ടോ. നല്ലൊരു പന്തൽ കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഈ നമ്മുടെ ഇലകളുടെ മുകളിലൊക്കെ ഇല ചുരുട്ടി പുഴുക്കൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെർട്ടിസീലിയം ലെക്കാനി എന്ന് പറഞ്ഞതുണ്ട്, അതുപോലെ തന്നെ ബിവേറിയ, ഇതൊക്കെ നമുക്ക് കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ എടുത്തിട്ട് അതൊരു 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാനിങ്ങനെ കുളിർക്കനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്, നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വളം എന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്നത് നമ്മൾ പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വളരെ നല്ലതാണ്. പച്ചച്ചാണകം ഇനിയിപ്പോൾ ഇല്ലാത്തവർക്ക് നമുക്ക് കടലപ്പിണ്ണാക്ക് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടതാണല്ലോ. അപ്പോൾ അത് നമ്മൾ പുളിപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ജൈവ സ്ലറി അതൊക്കെ നേർപ്പിച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ 2-3 ദിവസം പുളിപ്പിച്ച് കൊടുക്കുന്ന ജൈവ സ്ലറി വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മളെ ഈ കോവൽ അങ്ങനെ നിറയെ ഇതുപോലെ കായ്ക്കാനുള്ള ഒരു വഴിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷവും ഇല്ലാതെ തന്നെ, നമുക്കൊരു വിഷാംശവും അല്ലെങ്കിൽ ഒരു കീടനാശിനി അടിക്കാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു പന്തലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ നമുക്ക് കോവയ്ക്ക് അടിപൊളിയായിട്ട് വിളവെടുക്കാം. നനച്ചു കൊടുക്കാൻ പറ്റിയാച്ചാൽ നമുക്ക് ഏത് സമയത്തും കോവൽ തണ്ട് നമുക്ക് ഇതുപോലെ വേരി പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നല്ല അടിപൊളി കോവൽ പന്തൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോവയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ വള്ളികളിൽ നിറയെ കോവയ്ക്കയാണ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോവ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഒരുപാട് ഹീമോഗ്ലോബിൻ, അതായത് നമുക്ക് ശരീരത്തിലെ ചോറില്ല, രക്തപ്രസാദം ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. പ്രത്യേകിച്ചും കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ, അവർക്കിപ്പോൾ അവർ വണ്ണം എന്താ പറയുക കുറയ്ക്കാനാണ് എപ്പോഴും നോക്കുക. അവരുടെ ആ ഒരു ഭംഗി നിലനിർത്താനൊക്കെയാണ് എല്ലാവരും ശ്രമിക്കുക, ഭക്ഷണം അധികം കഴിക്കാതെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ഈ ഒരു കോവയ്ക്കൊക്കെ ഈ ഒരു പ്രായത്തിൽ, അതായത് ഇളം പ്രായത്തിലൊക്കെ പച്ചയ്ക്ക് കടിച്ചു തിന്നണത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി മെഴുക്ക് പുരട്ടി ആയിട്ട് കൂട്ടാനില്ലാത്തവരാണെങ്കിൽ പച്ചയ്ക്ക് തന്നെ നമുക്ക് ഇതൊക്കെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഇരുമ്പ് സത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീമിയ, വിളർച്ചേനെ പോലെയുള്ളവർക്ക് തടുക്കാനായിട്ട് വളരെ നല്ലതാണ്. ഒരുപാട് ധാതുക്കളും അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു കോവയ്ക്ക കേട്ടോ. ഇത് നമുക്ക് സമൂലത ഔഷധമാണ്. കോവയുടെ ഇലയും കായയും ഒക്കെ തന്നെ വളരെ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഒരു വീട്ടിൽ നമ്മളൊരു കോവത്തണ്ടെങ്കിൽ നമ്മളൊന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കോവയ്ക്ക് നമുക്ക് തന്നെ പറിച്ചെടുക്കാമല്ലോ. നമ്മൾക്ക് വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്തും നമ്മുടെ കോവൽത്തണ്ട് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കൂടുതൽ നല്ലത് നമ്മുടെ ഒരു മഴക്കാലത്താണ്. ഇനി ഒരു ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്താണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കോവൽത്തണ്ടുകൾ കൊണ്ടുവന്നിട്ട് നമ്മളൊരു ദിവസം അത് വേരി പിടിപ്പിക്കാനായിട്ട് നമ്മളൊരു കവറിൽ വെച്ചിട്ട് ആ വേരി പിടിപ്പിച്ച ശേഷം നിങ്ങൾ മാറ്റി നടുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മുടെ ഈ ഒരു കോവലെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ വെള്ള സൗകര്യം വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ കയ്യിൽ പച്ചച്ചാണകമോ പശുവൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ കടലപ്പിണ്ണാക്ക് പോലെയുള്ള സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കോവൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു കീടനാശിനി അടിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ കോവയ്ക്ക് കിട്ടണമെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഉള്ള വള്ളികളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഈ വള്ളികളൊക്കെ വീണ്ടും ഈ പന്തലിൻ്റെ മുകളിലോട്ട് തന്നെ ഇങ്ങനെ കയറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. നമ്മൾ പാകമായിട്ടുള്ള കോവയ്ക്ക പെട്ടെന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ, ഇപ്പോൾ ഞാൻ നോക്കി ഇതേ ഈ കുഞ്ഞു പൂക്കൾ കണ്ടോ, ഈ പൂക്കളാണ് കായ്കളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പന്തൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര കനായിട്ട് വീഴും. ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് കണ്ടോ, നല്ല വലിപ്പമുള്ള കോവയ്ക്കാണ് കേട്ടോ. നല്ല വലിപ്പമാണത്. അത്യാവശ്യം കണ്ടോ, ഒരു 8-9 ഉണ്ടെങ്കിൽ തന്നെ നല്ല വലിപ്പമുള്ള കോവലാണ്. അതുകൊണ്ട് തന്നെ പന്തൽ നല്ല രീതിയിലുള്ള നമ്മൾ കെട്ടിവെക്കണം. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ് പോകാനായിട്ട് പാടില്ലല്ലോ. ഇതുപോലെയുള്ള പൂക്കളാണ് നമുക്ക് കണ്ടോ കോവയ്ക്കായിട്ട് മാറുന്നത്. അപ്പോൾ പൂക്കൾ കൊഴിയാതിരിക്കാനായിട്ട് ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം.
പിന്നെ ഇതിൽ നിറയെ ഇപ്പോൾ പൂവ് ഉണ്ടല്ലോ, പൂവ് നിറയെ പിടിക്കാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഇനി ഇല്ല എങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ്ടോ, നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഫിഷ് അമിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്തി ശർക്കര മിശ്രിതം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത് നമ്മൾ ഒരു 5 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഈ ഒരു മഴ ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ നല്ല വേനലാണ്, അതുകൊണ്ട് ഈ നട്ടുച്ച നേരത്തൊന്നും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. രാവിലെ ഒരു 8 മണിക്ക് മുമ്പും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ആണെങ്കിൽ ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുക, നല്ല കുളിർക്കനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി കോവലപ്പന്തൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.